കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിലെ കർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് വരിനെല്ലെന്ന് പറയുന്നത്. വരിനെല്ല് ഒരു കാലഘട്ടത്തിൽ വരിനെല്ലില്ലാത്ത പാടശേഖരമായിരുന്നെങ്കിൽ കാലഘട്ടം മാറിയതനുസരിച്ച് വരിനെല്ല് ശരിക്കും ഒരു പാടശേഖരത്തെ മുഴുവനായിട്ട് വിഴുങ്ങുന്ന രീതിയിലോട്ടാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് ഒരു കൃഷി കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ വിത്തിൻ്റെ പാടശേഖരത്തിൽ വീഴുന്ന വരിനെല്ല് വിത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരു 10 വർഷത്തിന് മേളിൽ സുഷുപ്താവസ്ഥയിൽ പാടശേഖരത്തിൽ താഴെ കിടക്കാനുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഇത് ഓരോ കാലഘട്ടം നമ്മളൊരു കൃഷിയോ 2 കൃഷിയോ കഴിയുമ്പോഴും പരിപൂർണമായി മാറ്റി കൊടുത്തുകൊണ്ടിരുന്നാലും വീണ്ടും ഇതിൽ താഴെ കിടക്കുന്ന വിത്ത് ട്രാക്ടർ അടിക്കുന്നതോടുകൂടി മേളി വരികയും അത് വീണ്ടും കിളുക്കുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. അപ്പം അത് നെൽകൃഷിയെ സംബന്ധിച്ചിടത്തോളം വിളവിനെ സാരമായി ബാധിക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ ഇതിനെ പൂർണ്ണമായിട്ട് ഇല്ലായ്മ ചെയ്യുന്നത് ഒരേ കർഷകൻ്റെ ആവശ്യമായി മാറിയേക്കുവാണ്. ഇപ്പോൾ നമ്മുടെ ഈ പാടശേഖരത്തിനെന്ന് പറയുന്നത് ഓൾറെഡി കൊയ്ത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കളനാശിനി അഴിച്ച് പൂർണ്ണമായും കരിച്ച് കളഞ്ഞതിന് ശേഷമാണ് വെള്ളം കയറ്റി എങ്കിൽ തന്നെയും ഒരു നല്ല രീതി വീണ്ടും വരിനെല്ല് പാടത്ത് തന്നെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരേ പടിയായിട്ട് ഇതിനെ നശിപ്പിക്കാനേ പറ്റത്തുള്ളൂ. അതിൻ്റെ ഒരു മുൻകരുതൽ എന്നുള്ള രീതിയിലാണ് ഇപ്പം പാലടിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. വരിനെല്ല് കിളുത്ത് അത് പൂത്ത് അതെല്ലാം പാലടിച്ചിരിക്കുകയാണ്. ഇത് മൂത്ത് കഴിഞ്ഞാൽ ഇതെല്ലാം പാടശേഖരത്തിൽ വെള്ളത്തിലോട്ട് വീഴുകയും വെള്ളത്തിൽ താഴെ കിടക്കുകയും ചെയ്യും. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ 10 വർഷ സാഹചര്യം ഉള്ളതുകൊണ്ട് സുഷുപ്താവസ്ഥയിൽ കിടക്കാനുള്ള ഒരു കഴിവുള്ളത് കൊണ്ട് അത് നമ്മൾ ഇപ്പം തന്നെ ഒരു തൊഴിലാളിയെ നിർത്തിക്കൊണ്ട് അത് ഫ്ലവർ ചെയ്ത് പൂത്ത് പാലായിട്ട് അടിച്ചിരിക്കുന്ന എല്ലാത്തിനെയും വലിച്ച് കരയ്ക്ക് കയറ്റുകയാണ്. ഇതൊരു നമ്മുടെ വരിനെല്ല് നിയന്ത്രിക്കാനുള്ളൊരു പ്രാഥമിക കാര്യം മാത്രമേ ആണ്. മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെ തുടർച്ചയായിട്ട് ഞാൻ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്.